എല്ലാവർക്കും നമസ്കാരം. സംഗീതം ആയിട്ടാണ് എനിക്ക് ആലിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാല് എന്റെ സിനിമ ഏകദേശം അല്ല മൊത്തം സിനിമയും ഞാൻ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ എല്ലാ സീൻസും കാണുന്ന എല്ലാവരുടെയും പ്രകടനങ്ങള് ഞാൻ ആസ്വദിച്ചു. ഓരോ ഓരോ സീൻസ് എന്റെ മനസ്സിലുണ്ട്. അതിനകത്തെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസ്, അതിലെ കോമഡി, ഡോക്ടർ രജത് കുമാർ അടക്കമുള്ള നിങ്ങളുടെയൊക്കെ കോമ്പിനേഷൻസിലുള്ളതൊക്കെ വളരെ രസകരമായ സീൻസ് ആണ്. പിന്നെ ബാക്കിയുള്ള സംഘർഷഭരിതമായിട്ടുള്ള രംഗങ്ങളുണ്ട്. അപ്പൊ എല്ലാം ചേർന്നുണ്ട്. തമാശയുണ്ട്, റൊമാൻസ് ഉണ്ട്, കുടുംബ പശ്ചാത്തലങ്ങളുണ്ട്. ഡോക്ടർ രജത് ഇവിടെ പറഞ്ഞതുപോലെ ഇതിനകത്ത് എല്ലാ വിഭവങ്ങളും ഉണ്ട് അല്ലെ. തമിഴും ശരിയാണ്. അത് പാട്ടുകളിലൂടെ അത് കൂടുതൽ വരുന്നുണ്ട് അല്ലെ, സംഗീതത്തിലൂടെ. അതെ, ഭാഷയില് പല ഭാഷകളിൽ തമിഴും മലയാളം മാത്രമല്ല, മറ്റേ നമ്മുടെ അറബിക് ആൻഡ് ഹിന്ദി സോങ്സ് കൂടി ഇതിനകത്തുണ്ട്. ഞാനിതിൽ 2 സോങ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട്, ഞാൻ മാത്രമല്ല. അപ്പൊ അവർക്കൊന്നും ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ പല ഭാഗങ്ങളിലാണ്. അപ്പൊ അവരെയും സ്മരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പശ്ചാത്തല സംഗീതം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സിനിമ എന്താന്നുള്ളത് മനസ്സിലാക്കി ഡോക്ടർ കൃഷ്ണയോട് ഞാൻ പറയുകയും ചെയ്തു. അത് നല്ല രസകരമായ സസ്പെൻസും ഒക്കെ വളരെ വളരെ വലിയൊരു ട്വിസ്റ്റ് ആണ്. ഒട്ടും വിചാരിക്കുന്നത്. ഞാൻ ഒരു രീതിയിൽ ചിന്തിച്ചു, നമ്മളിത് കാണുന്ന അവസാന ഭാഗത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷെ അതായിരുന്നില്ല. അപ്പൊ അതൊക്കെ വളരെ സർപ്രൈസിങ് ആയിരുന്നു. അപ്പൊ അതൊരു പക്ഷേ കാണുന്നവർക്കും അത് അങ്ങനെ തോന്നാം, എനിക്ക് തോന്നുന്നു. സസ്പെൻസും ഒക്കെ തന്നെ. അപ്പൊ മൊത്തത്തിൽ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു സിനിമയാണ്. ഒരു ഫ്രഷ്നെസ് ഉണ്ട്. എന്താ വെച്ചാൽ എനിക്കത് ഫീൽ ചെയ്തത്, ഈ നായകനും നായികയും അവര് തുടക്കക്കാര് ആണെങ്കിലും ആ തുടക്കത്തിൽ അവർക്കൊരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ അതിന്റെ മേക്കിംഗ്, അതിന്റെ ക്യാമറയും പറയണമല്ലോ. ബിക്കോസ് ക്യാമറയിലൂടെ ഡോക്ടർ കൃഷ്ണയുടെ ഡയറക്ഷനിലൂടെ ഇവരുടെയൊക്കെ പെർഫോമൻസിലൂടെ നമുക്ക് എല്ലാത്തിലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാധാരണ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഇവിടെ ക്ലിക്ക് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അത്തരം റൊമാൻസിൽ നിന്നും എന്തോ ഒരു പ്രത്യേകത ഈ ഒരു റൊമാൻറ്റിക് മൂവിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇറ്റ്സ് നോട്ട് എ റൊമാൻറ്റിക് മൂവി മാത്രമല്ല. ഈ പറഞ്ഞ ഡോക്ടർ കൃഷ്ണ പ്രദേശം പറഞ്ഞ സംവിധായക പറഞ്ഞതുപോലെ കുടുംബ ചിത്രം കൂടി. അപ്പൊ എല്ലാം കൊണ്ട് പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പാട്ടിന്റെ പ്രത്യേകതകൾ ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തമിഴും മലയാളവും ആ 2 കൾച്ചറും ഇതിനകത്തുണ്ട്. അപ്പൊ ഈ പാട്ടിന്റെ വരികളിലും ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ തന്നെയാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ആ വരികളില് തമിഴും മലയാളവും ഭാഷകളുണ്ട്. അത് ഞാൻ എന്റെ മൂളുമ്പോൾ ആ പാട്ടിന്റെ കുറച്ച് വരികൾ ആലപിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് തമിഴ് വേർഡുകളുണ്ട്, മലയാളം വേർഡുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോംബോ മൂവി സോങ്സ് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറെ നാൾക്ക് ശേഷം അങ്ങനത്തെ ഒരു സോങ് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ കമ്പോസ് ചെയ്യും. അതൊരു എനിക്കൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പക്ഷെ മെലഡി കൈവിടാതെ, അത് ഡയറക്ടർക്ക് അത് വളരെ നിർബന്ധവുമായിരുന്നു. ആ മെലോഡിയസ് ആയിട്ടുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി തന്നെ ആവണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മെലഡി ഉണ്ട് എല്ലാം ഇതിനകത്ത്. എന്നാൽ അത് പുതിയ ജനറേഷന് അത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും, യാതൊരു സംശയം വേണ്ട. അത് ആ രീതിയിലാണ് അതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ നമുക്കിത് പറയാമെന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ പ്രതീക്ഷയോടെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് പറയും, എല്ലാവരും ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് വേറൊരു കാര്യം. എങ്കിലും നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ നല്ലതാണ് എന്നാണ് ഞാനും പറയുന്നത്. അപ്പൊ എല്ലാവരും കാണണം. ഓഗസ്റ്റ് 14 സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഒരുപാട് കലാകാരന്മാർക്ക് ഇത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യത്തിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.